വോട്ട് ആൻഡ് നോട്ട് പരമ്പരയിൽ നമ്മുടെ നാലാമത്തെ മണ്ഡലം പത്തനംതിട്ടയാണ്. CPIM-ന്റെ സമുന്നതനായ നേതാവ് ഡോക്ടർ TM തോമസ് ഐസക് മത്സരിക്കുന്നു. കേരളത്തിൽ LDF രംഗത്തിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ മികവ് കൊണ്ട്, വ്യക്തിത്വം കൊണ്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരാളാണ് തോമസ് ഐസക്. അപ്പോൾ അതുകൊണ്ട് തോമസ് ഐസക്കാണ് പത്തനംതിട്ടയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി. രാഷ്ട്രീയ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ, നാടിനും ചെയ്ത സംഭാവനകളുടെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, തോമസ് ഐസക്കിൻ്റെ 7 അയലത്ത് പോലും ഇതർ സ്ഥാനാർത്ഥിയായ UDF-ന്റെ ആന്റോ ആന്റണിയോ ഇപ്പോൾ മത്സരിക്കുന്ന AK ആന്റണിയുടെ പ്രിയപുത്രൻ അനിൽ K ആന്റണിയോ വരുന്നില്ല. അത് രാഷ്ട്രീയമായൊരു മികവ് തോമസ് ഐസക്കിനുണ്ട്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ ചില അടിയൊഴുക്കുകൾ എവിടെയും സംഭവിക്കാം. ഇപ്പം നമ്മൾ കണക്ക് നോക്കുക, ഇതിൻ്റെ സ്റ്റാറ്റ്സ് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ BJP-യുടെ വോട്ട് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗണ്യമായിട്ടും വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2009 BJP പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നേടിയത് വെറും 56,294 വോട്ട് മാത്രമാണ് BJP സ്ഥാനാർത്ഥി. പക്ഷെ 2014 5 വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJP-യുടെ ഒരു പ്രമുഖ നേതാവ്, സംസ്ഥാന അന്ന് വൈസ് പ്രസിഡന്റ് എന്നാണ് ഓർമ്മ, MD രമേശ് മത്സരിക്കുന്നു പത്തനംതിട്ടയിൽ. ഒരു വലിയ ഗെയിം ചേഞ്ച് അവിടെ ഉണ്ടാക്കിയത് MD രമേശാണ്. 56,000 BJP-യുടെ വോട്ട് ഒറ്റയടിക്ക് 5 കൊല്ലം കഴിയുമ്പോൾ 1,31,954 വർദ്ധിച്ചു. അതൊരു തിളക്കമാർന്ന ഒരു പെർഫോമൻസ് ആണ് BJPയെ സംബന്ധിച്ച്, സംശയമില്ല. ഇനി 2019 5 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അന്ന് K സുരേന്ദ്രനാണ് ശബരിമല സമരനായകൻ. K സുരേന്ദ്രൻ മത്സരിക്കുന്നു. K സുരേന്ദ്രൻ വോട്ട് ഷെയർ പിന്നെയും കൂട്ടി. ശബരിമല വിവാദം, അതിൻ്റെ ചില സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തു. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ ഹിന്ദുക്കളുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ അതിനെ അവർ ഫലപ്രദമായിട്ട് BJP രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ നോക്കി. വിശ്വാസത്തെ, ശബരിമല കേസ് സുപ്രീം കോടതി വിധിയാണ്, സംസ്ഥാന സർക്കാർ നടപ്പാക്കിയതിൽ തിടുക്കം വന്നോ അതോ അത് ചെയ്തതിൻ്റെ രീതിയിലോ എന്തോ എങ്ങനെയായാലും അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് നമുക്കറിയാം, ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് പ്ലക്കാർഡ് പിടിച്ചിട്ടാണ് K സുരേന്ദ്രൻ 2019 പത്തനംതിട്ടയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹം നേടിയ വോട്ട് MD രമേശിൻ്റെ 1,38,000 ജമ്പ് ചെയ്ത് അത് 2,97,396 വോട്ടായിട്ട് മാറി. അപ്പോൾ 1,38,000 1,38,000 3 ലക്ഷത്തിലേക്കുള്ള ജമ്പ്, അത് ശബരിമല വിഷയമാണ് എന്ന് ഉറപ്പാണ്. ഇത്തവണ പക്ഷേ അനിൽ ആന്റണിക്ക് ആ പെർഫോമൻസ് ലെവൽ കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. അനിൽ ആന്റണി കുറെ വിവാദങ്ങൾ ഇപ്പം ചെന്നുപെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ് കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരിക്കെ അദ്ദേഹം ചില ഇടപാടുകൾ നടത്തിയെന്നും അതിൽ ദല്ലാൾ നന്ദകുമാർ ഇപ്പോൾ രംഗത്ത് വന്ന ചില കാര്യങ്ങൾ ഇപ്പം എവിടെയായാലും അറിയാൻ നാറ്റക്കേസാവും. അത് ദല്ലാൾ ചെയ്ത പണിയും നമുക്കറിയാം എന്താണെന്ന്. അതിൽ അനിൽ ആന്റണിയുടെ മകൻ പങ്കെടുത്തിട്ടുണ്ടോ, പങ്കാളിയാണോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. അത് വേറൊരു പ്രത്യേക വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോളോ അപ്പ് നമ്മൾ വേറെ ചെയ്യുന്നത്. അപ്പോൾ അത് ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കുന്നില്ല. അപ്പം ഈ പ്രധാന ചോദ്യം തന്നെ, അനിൽ K ആന്റണിക്ക് K സുരേന്ദ്രൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നേടിയ വോട്ട് നേടാൻ പറ്റുമോ? ദാറ്റ്സ് എ ബേസിക് ക്വസ്റ്റ്യൻ. ലെഫ്റ്റ് റൈറ്റ് വോയിസിന്റെ ഉത്തരം ഞങ്ങൾ പറയാം, നോ. എന്തുകൊണ്ട്? അത് അനിൽ K ആന്റണി ആയതുകൊണ്ടാണ്, അത് AK ആന്റണിയുടെ മകനായതുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിനകത്തൊരു ഗ്രേ ഏരിയ, ഒരു നിഴൽപ്പാടുണ്ട്. അതുകൊണ്ട് പിന്നെ ശബരിമല വിഷയം ഇന്നില്ല, കത്തി നിൽക്കുന്ന വിഷയം, വിശ്വാസ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അനിൽ K ആന്റണി എത്ര വോട്ട് നേടും? പരമാവധി ഞങ്ങളുടെ വിലയിരുത്തൽ 1.5 ലക്ഷത്തിനും 2 ലക്ഷത്തിനും ഇടയിൽ വോട്ട് അനിൽ ആന്റണി പിടിച്ചാൽ നന്നായിരുന്നു. അപ്പോൾ ഇക്കുറി 2024 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ BJP-യുടെ വോട്ട് ഷെയർ കുത്തനെ ഇടിയാൻ പോകുന്നു. അതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അത് ഞങ്ങൾ വളരെ ആലോചിച്ച് കണക്കൂട്ടിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ BJP-യുടെ ഈ 1 ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞാൽ, ഇപ്പം അനിൽ K ആന്റണി 1 ലക്ഷം 2 ലക്ഷം പിടിക്കുന്നു വിചാരിക്കുക, 1 ലക്ഷം വോട്ട് കുറഞ്ഞാൽ ഈ 1 ലക്ഷം വോട്ട് എവിടേക്ക് പോകും? അവിടെയാണ് ആര് വിജയിക്കും എന്ന് നിശ്ചയിക്കുക.
മികച്ച സ്ഥാനാർത്ഥി TM തോമസ് ഐസക് തന്നെയാണ്, ഒരു സംശയമില്ല. ഈ നാടിന് ഏറ്റവും ഗുണം ചെയ്യാൻ പറ്റുന്ന പാർലമെന്റിലേക്ക് പോകാൻ പറ്റിയ ആള് തോമസ് ഐസക്കാണ്. കാരണം 3 തവണ ആന്റണി വീണ്ടും വീണ്ടും ജയിച്ചു വന്നിട്ട് പത്തനംതിട്ടയിൽ എന്ത് വികസനം ചെയ്തു എന്നുള്ളത് ചോദിച്ചാൽ ഒരു വലിയ വട്ടപൂജ്യമാണെന്ന് ഈ നാട്ടിലെ വോട്ടർമാർക്ക് അറിയാം. പക്ഷെ എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ആന്റണി ജയിച്ചു എന്നുള്ളത് അത് ഒരു UDF പൊളിറ്റിക്സ് ഉണ്ട് അതിന് പിന്നിൽ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വോട്ടുകൾ BJPയുടെ 1 ലക്ഷം വോട്ട് കുറഞ്ഞാൽ, കെ സുരേന്ദ്രന് കിട്ടിയ 1 ലക്ഷം വോട്ടുകൾ മാറി ചെയ്താൽ ഒരു സ്ഥാനാർത്ഥിയുടെ മികവ് മാത്രം പോരാ, വോട്ടിംഗ് പാറ്റേൺ ഇത്തവണ എങ്ങനെ വരും എന്നതും പത്തനംതിട്ടയിൽ വളരെ നിർണായകമാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ BJPക്ക് അവർക്ക് ജയിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ആർക്കും അറിയാവുന്ന, ഏത് കൊച്ചുകുട്ടിക്കും വിളിച്ചു പറയാവുന്ന സത്യമാണ്, പത്തനംതിട്ടയിൽ BJP ജയിക്കാൻ പോകുന്നില്ല. PC ജോർജിന് സീറ്റ് കൊടുക്കുന്ന പറഞ്ഞിട്ട് PC ജോർജിനെ അവസാനം വെറുപ്പിച്ചിട്ടാണ് അനിൽ ആന്റണി വന്നിരിക്കുന്നത്. അപ്പോൾ PC ജോർജ് അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണിയെടുക്കുന്നുണ്ട്, വേറെ രീതിയിൽ നമുക്ക് ഊഹിക്കാമല്ലോ. ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി മേഖലയിലൊക്കെ PC ജോർജിന് കുറേ ബന്ധങ്ങളുള്ള ഒരാളാണ്. അവിടുത്തെ എത്രയോ തവണ പൂഞ്ഞാറിലെ MLA ആയി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ BJPയുടെ ഒരു ചിന്താഗതി എന്താവും? അതാണ് വളരെ സൂക്ഷിക്കേണ്ടത്. CPMന്റെ ഒരു പ്രമുഖ നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, 2 തവണ കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്ന ആളാണ്, VS സർക്കാരിലും പിണറായി 1ാം സർക്കാരിലും. പിന്നെ വളരെ കാലം MLA ആയിരുന്ന ഒരാളാണ്, വികസന അജണ്ട സെറ്റ് ചെയ്ത ആളാണ്, ജനകീയ ആസൂത്രണം സെറ്റ് ചെയ്ത പ്രധാനിയാണ്. കിഫ്ബി വഴി 80,000 കോടിയോളം രൂപയുടെ വികസനം, നമ്മുടെ നാട്ടിലെ റോഡും ആശുപത്രിയും പാലങ്ങളും സ്കൂളുകളും എല്ലാം നവീകരിച്ച ആ ഫണ്ട് റൈസിങ് കൊണ്ടുവന്ന ആളാണ് കിഫ്ബി. അപ്പൊ കിഫ്ബിയെ മുടക്കാനാണ് നോക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന്റെ ഗ്രോത്ത് എഞ്ചിൻ കഴിഞ്ഞ 10 വർഷമായിട്ട് കിഫ്ബിയാണ് എന്ന് എല്ലാവർക്കും അറിയാം, ഒരു സംശയമില്ല. അപ്പൊ ഇതിനെയൊക്കെ അട്ടിമറിക്കാൻ തോമസ് ഐസക്കിനെ തോൽപ്പിച്ചേ മതിയാവൂ എന്ന് BJP വിചാരിക്കുക, കോൺഗ്രസും ഒരേപോലെ വിചാരിക്കും. ഇവർക്ക് 2 കൂട്ടർക്കും ഒരു പൊതുധാരണയുണ്ട്. ഇപ്പൊ പത്തനംതിട്ടയിലെ UDFും കോൺഗ്രസും അതേപോലെ BJPയും സംഘപരിവാറും ഒരേ തൂവൽ പക്ഷികളാണ്. അവര് 2 പേരും തോമസ് ഐസക്കിന്റെ വിജയം അവർക്ക് ദഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ അണിയറയിൽ, അന്തർധാരയിൽ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അതായിരിക്കും പത്തനംതിട്ടയിലെ വിജയത്തിന്റെ അല്ലെ പരാജയത്തിന്റെ പ്രധാന ഘടകം എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ ഒരു വലിയ പ്രചാരണം തോമസ് ഐസക് നയിക്കുന്നുണ്ട്, LDF നയിക്കുന്നുണ്ട്. പക്ഷേ അത് മുഴുവൻ വോട്ടായിട്ട് മാറിയിട്ട് തോമസ് ഐസക് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ പാര പണിയാൻ തക്കം പാത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇടതുമുന്നണിക്ക്, LDFിനും പ്രത്യേകിച്ച് CPIMനും സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനും ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് തരാനുള്ള മുന്നറിയിപ്പ്. ഞങ്ങൾ ഇപ്പം ഈ വിലയിരുത്തിയത് തന്നെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പത്തനംതിട്ട എന്ന് പറയുന്നത് ഒരു 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 പ്രഹേളികയാണ്, ആ വാക്കാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതേപ്പറ്റി മറ്റിതിന്റെ ചരിത്രവും പശ്ചാത്തലവും മറ്റ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ അതിനെ എങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകനായ കരിയം രവി നമ്മളോട് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. 2009 മാത്രം നിലവിൽ വന്നൊരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട. മുമ്പ് മറ്റ് പല മണ്ഡലങ്ങളുടെയും ഭാഗമായിരുന്ന കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള 7 നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്നതാണ് പത്തനംതിട്ട മണ്ഡലം. ഈ പത്തനംതിട്ട മണ്ഡലം ഉണ്ടായ കാലം മുതൽ, അതായത് 2009 മുതൽ കഴിഞ്ഞ 3 തവണയും അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് കോൺഗ്രസിലെ ആന്റണിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓരോ തിരഞ്ഞെടുപ്പും പരിശോധിച്ചാൽ ആദ്യത്തെ തവണ 2009 അദ്ദേഹം നേടിയ വോട്ട് 2014 നേടിയില്ല.
2019 വീണ്ടും താഴേക്ക് പോയി. അതാണ് ആ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP എന്ന് പറയാവുന്ന ഒരാളിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ. 2009 CPMലെ അനന്തഗോപനായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം 37% വോട്ട് പിടിച്ചപ്പോൾ BJPയുടെ രാധാകൃഷ്ണ മേനോൻ 7% വോട്ടിൽ ഒതുങ്ങി. എന്നാൽ 2014 ആൻ്റോ ആൻ്റണിക്കെതിരെ മത്സരിച്ച പീലിപ്പോസ് തോമസ് വീണ്ടും 35% വോട്ട് ചുരുങ്ങി. അവിടെ MT രമേശ് എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ MT രമേശ് 16% വോട്ട് നേടി. ഞാൻ പറഞ്ഞു വരുന്നത് ആ മണ്ഡലത്തിൽ BJPയുടെ ഒരു മേൽക്കൈ എല്ലാ കാലത്തും നേടിയൊരു സ്ഥലമാണ്. 2019 സാക്ഷാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനായിരുന്നു അവിടെ സ്ഥാനാർത്ഥി. 29% വോട്ടാണ് K. സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ നിന്ന് നേടിയെടുത്തത്. അതേസമയം ആൻ്റോ ആൻ്റണി 51% വോട്ട് നേടി 2009 ആദ്യ MP ആയി വരുന്ന ആൻ്റോ ആൻ്റണി 2014 41%, 2019 അത് 37% കുറഞ്ഞു. LDF സ്ഥാനാർത്ഥിയുടെ വോട്ടിലും കുറവ് വന്നു. 2009 37% വോട്ട് നേടിയ LDF 2014 35%, 2019 33% താഴ്ന്നു. 2019 ആൻ്റോ ആൻ്റണിക്കെതിരെ മത്സരിച്ച് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന വീണ ജോർജാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണി വീണ്ടും മത്സരിക്കുന്നു. LDFും BJPയും രണ്ട് പുതുമുഖങ്ങളെയാണ്. അതിൽ LDFിൻ്റെ ഡോക്ടർ തോമസ് ഐസക്കിനെ പുതുമുഖമായി പത്തനംതിട്ടക്കാരും കാണുന്നില്ല. ഈ കേരളത്തിലും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയും സുപരിചിതനായ ഒരു സാമ്പത്തിക വിദഗ്ധനായ ഫൈനാൻസ് മാനേജ്മെൻറ്റിൽ എക്സ്പെർട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ കേരളത്തിൽ 2 തവണ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായും LDF ഇത്തവണ പത്തനംതിട്ട സീറ്റ് നേടണം എന്ന വാശിയോടെയാണ് ഡോക്ടർ തോമസ് ഐസക്കിനെ രംഗത്തിറക്കിയത്. അതേസമയം BJP MT രമേശിനെ പോലെ പ്രാമാണികനായ ഒരു BJP നേതാവ്, അത് കഴിഞ്ഞ് അതിനേക്കാൾ അവരുടെ നേതാവെന്ന് പറയാവുന്ന K. സുരേന്ദ്രനെ പോലെ ഒരാൾ മത്സരിച്ച സ്ഥാനത്ത് ഇത്തവണ അനിൽ ആൻ്റണി എന്ന് പറയുന്നൊരു പുതുമുഖത്തെയാണ് മത്സരിപ്പിക്കുന്നത്. അനിൽ ആൻ്റണിക്ക് ഒരുപക്ഷെ ഉണ്ടാകുന്ന ഒരു പ്ലസ് പോയിൻ്റായി BJP കാണുന്നത് സാക്ഷാൽ AK ആൻ്റണിയുടെ മകനാണ് അദ്ദേഹം. അതൊക്കെ എത്ര കണ്ട് ഈ പത്തനംതിട്ടയിൽ BJPക്ക് ഗുണം ചെയ്യും എന്നറിയില്ല. എങ്കിലും കേരളത്തിലെ മറ്റ് പല മണ്ഡലങ്ങളിലും ശ്രദ്ധേയമായ മണ്ഡലങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ പത്തനംതിട്ട വളരെ വ്യത്യസ്തമായ ഒരു ശ്രദ്ധേയമായ മണ്ഡലമായി മാറുന്നു. അതിൻ്റെ കാരണം തോമസ് ഐസക്കിനെ പോലെ ഒരു പ്രാമാണികനായ, കേരളത്തിൽ ദീർഘകാലം MLA മന്ത്രിയൊക്കെ ആയിരുന്ന CPMൻ്റെ പ്രാമാണികനായൊരു നേതാവ്, ഒപ്പം BJP പുതുതായി അനിൽ ആൻ്റണിയെ പോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഈ മത്സരത്തിൽ ആൻ്റോ ആൻ്റണിയുടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെയും താഴേക്കുള്ള പോക്ക് എവിടം വരെ എത്തും എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വേണം നിശ്ചയിക്കാൻ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പിനും ഈ കേരളത്തിലെ മറ്റാളുകളുടെ മുന്നിൽ വളരെ ശ്രദ്ധേയമായൊരു പോരാട്ടത്തിൻ്റെ ചിത്രമുണ്ട്.